അപ്പൊ ഇന്ന് വുമൺസ് T20 വേൾഡ് കപ്പിൽ 3 മത്സരങ്ങളാണ് നടക്കുന്നത്. ആദ്യത്തെ മത്സരം വൈകുന്നേരം 3 മണിക്കാണ്. സ്കോട്ട്ലൻഡും ന്യൂസിലാൻഡും തമ്മിലാണ്. രണ്ട് ടീമിനും ജയിച്ചേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ സെമിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കാനെങ്കിലും കഴിയുള്ളൂ. തോക്കുന്ന ടീം എന്തായാലും എലിമിനേറ്റ് ആവുന്നതായിരിക്കും. രണ്ടാമത്തെ മത്സരം നടക്കുന്ന രാത്രി 7 മണിക്കാണ്. ശ്രീലങ്കയും അയർലൻഡും തമ്മിലാണ്. ശ്രീലങ്കയ്ക്ക് ഈ മത്സരം ജയിച്ചേ പറ്റുള്ളൂ. അയർലൻഡ് ഓൾറെഡി സെമി കാണാതെ പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ വെറുതെ അയർലൻഡിന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് വേൾഡ് കപ്പിൽ നിന്നും മടങ്ങാം എന്നൊരു മത്സരമാണ്. ശ്രീലങ്കയ്ക്ക് പക്ഷേ ജയിച്ചേ പറ്റുള്ളൂ. രാത്രി 11 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലാണ്. ഓസ്ട്രേലിയ ഓൾറെഡി സെമിയുടെ അടുത്ത് എത്തി. പാകിസ്ഥാനാണെങ്കിൽ സെമി കാണില്ല എന്ന് ഏകദേശം ഉറപ്പായി. അപ്പൊ പാകിസ്ഥാനും ഈ മത്സരത്തിൽ കുറച്ച് നല്ലൊരു പ്രകടനത്തോടെ ടൂർണമെന്റിൽ നിന്നും പുറത്തു പോകാം എന്ന രീതിയിലായിരിക്കും പാകിസ്ഥാൻ കളിക്കുന്നത്. അപ്പൊ ഇന്ന് 3 മത്സരങ്ങൾ ഇതൊക്കെയാണ്. 3 മണിക്ക് സ്കോട്ട്ലൻഡും ന്യൂസിലാൻഡും, രാത്രി 7 മണിക്ക് ശ്രീലങ്കയും അയർലൻഡും, രാത്രി 11 മണിക്ക് പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിൽ. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശുഭ്മൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇഷാൻ കിഷൻ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, പ്രസിദ്ധ് കൃഷ്ണ, അർഷദ് റാണ, അർഷദീപ് സിംഗ്, ഗുർനൂർ ബാർ എന്നിങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനെതിരുണ്ടായിരുന്ന അതേ സ്ക്വാഡ് തന്നെയാണ്. ബുംറയും കോഹ്ലിയും തിരിച്ചെത്തിയിട്ടുണ്ട്. കോഹ്ലിക്ക് പകരം ജയ്സ്വാലിനെയാണ് അന്ന് കളിപ്പിച്ചത്. പക്ഷെ അത് ജയ്സ്വാൽ അവസാന മത്സരത്തിൽ 100 അടിച്ചെങ്കിലും കോഹ്ലി തിരികെ എത്തിയപ്പോൾ ജയ്സ്വാലിന്റെ സ്ഥാനം പോയി. അതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകതയാണോ പ്രശ്നമാണോ, എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. ആരെ മാറ്റി ആരെ ഇറക്കും എന്നൊരു രീതിയിലാണ് നിലവിൽ ഇന്ത്യൻ ടീം നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ ദിവസവും നിങ്ങൾക്ക് ക്രിക്കറ്റ് അപ്ഡേറ്റ് അറിയണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിലൂടെ കാണാം.